ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോഴാണ് മോർണിംഗ് റൊട്ടീനൊക്കെ എടുക്കാൻ പറ്റുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല കാര്യം, അല്ലെങ്കിൽ പിന്നെ ഒരു 8:30-9 മണിക്കൊക്കെ എണീറ്റ് വരുന്നത്. ഇതിപ്പോൾ ഇന്ന് രാവിലെ 6 മണിക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ. ഒരു 5:50 അലാറമൊക്കെ വെച്ചിട്ട് 6 മണിക്ക് തന്നെ എണീറ്റ് വന്ന് രാവിലെ കുക്കിംഗ് തുടങ്ങി കേട്ടോ. പിന്നെ അലാറം വെക്കാതെ കണ്ട് ചിലപ്പം ഉറങ്ങി പോകുമെന്ന് ഞാൻ പേടിച്ചിട്ടുന്നു. കാര്യം എല്ലാ ദിവസവും 8:30 ആവുമല്ലോ, അതുകൊണ്ട് അങ്ങനെ എണീറ്റ് വന്ന പാടെ തന്നെ കുക്കറിൽ ആദ്യം ചോറ് വെച്ച് കേട്ടോ. ഇന്ന് ചോറ് തന്നെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ച്. പിന്നെ അത് കഴിഞ്ഞ് തോരനുള്ളത് അങ്ങ് നോക്കാം. അങ്ങനെ ബീട്രൂട്ടിനെ അരിഞ്ഞ്, ഇപ്പം ചോപ്പർ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തോരൻ അങ്ങ് അരിഞ്ഞു കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് തോരൻ വെക്കുമ്പോൾ സവാള നിങ്ങളൊക്കെ ചേർക്കാറുണ്ടോ? ഞങ്ങൾ ചേർക്കാറുണ്ട്. നമ്മൾ എല്ലാ തോരനകത്തും ചെറിയ ഉള്ളി സവാളയൊക്കെ അരിഞ്ഞിടാറുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് ഇനിയിപ്പോൾ തോരന് ആവിക്ക് അങ്ങോട്ട് വെച്ചതിന് ശേഷം തേങ്ങ തിരുമ്മിയാൽ മതി കേട്ടോ. അപ്പം ഇന്നലെയൊക്കെ വിചാരിച്ച് തേങ്ങയൊക്കെ ഒന്ന് തിരുമ്മിയൊക്കെ വെച്ചാലോ എന്നൊക്കെ. അപ്പോൾ ഇന്നെ അങ്ങ് മടിച്ചിട്ട് തേങ്ങയൊന്നും തിരുമ്മിയൊന്നും വെച്ചില്ല കേട്ടോ. തോരൻ വെക്കുന്ന സമയത്ത് അങ്ങ് തിരുമാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിന് രാവിലെ കാപ്പിക്ക് പുട്ടും കൂടി ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണത്തിനും കൂടി അങ്ങ് തേങ്ങ തിരുമ്മണം. ഈ തേങ്ങ തിരുമുമ്പോഴാണ് വിചാരിക്കുന്നത് കേട്ടോ, തലേന്നൊക്കെ അങ്ങ് തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ ഈ പാടൊന്നുമില്ല. ചില സമയത്തും അങ്ങനെ ചെയ്ത് വെക്കും കേട്ടോ. പക്ഷേ മടി കാരണം ഈ തേങ്ങ തിരുമുന്ന പരിപാടി, നമ്മൾ ഈ കുക്കറൊക്കെ കഴുകാൻ മടിയെന്ന് പറയത്തില്ലേ, അതേപോലത്തെ ഒരു മടിയുള്ള കാര്യമാണ് ഈ തേങ്ങ തിരുമുന്നെന്ന് പറയുന്നത്. ഇങ്ങനെ മടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എന്തായാലും ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ തേങ്ങ അപ്പോൾ പുട്ടിനും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് തിരുമ്മി അങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തോരനും മുട്ട പൊരിച്ചതും തൈര് കുറച്ചിരിപ്പുണ്ട്, വേണമെങ്കിൽ തൈരും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങയ്ക്ക് തോരനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് ഞെരടിയാൽ മതി. ഞെവിടുമോ അല്ലെങ്കിൽ ചതച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ ഞാൻ ചതയ്ക്കാറില്ല കേട്ടോ. അങ്ങനെ ചതച്ചിടുമ്പോൾ എനിക്കിഷ്ടമില്ല. ഇങ്ങനെ തേങ്ങ ആ ഒരു പീര പോലെ കിടക്കണം. അങ്ങനെയാണ് തോരനകത്ത് ഞാൻ ഇടാറുള്ളത് കേട്ടോ. അങ്ങനെ ആവിക്ക് തന്നെ തേങ്ങയും കൂടി അങ്ങ് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി തേങ്ങയും കൂടെ തിരുമാനുള്ള പരിപാടിയൊക്കെ കേട്ടോ. പിന്നെ മുട്ടയും കൂടി പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടിന് മുട്ടക്കറി ാണ് വെക്കുന്നത്. ചോറിന് കുക്കറി വെച്ചിരിക്കുന്ന ഒരു ഒറ്റ വിസിലടിച്ചിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കിന് പുട്ടിനുള്ള മാവിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം കുതിരാൻ വേണ്ടി വെക്കും. അതിനുശേഷം നമുക്കിങ്ങനെ ഇളക്കി അങ്ങ് എടുത്താൽ മതിയല്ലോ. മുട്ടക്കറിക്കുള്ള മുട്ടയും കൂടി പുഴുങ്ങാൻ വേണ്ടി അങ്ങ് വെക്കുക. കുക്കറിനകത്താണ് ഞാൻ മുട്ട എപ്പോഴും പുഴുങ്ങാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഒരു ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഈ ഒരു കുക്കറിൽ ഇന്ന് മുട്ടക്കറി വെക്കുന്നില്ല എന്ന് വിചാരിച്ച് മുട്ടയെ പുഴുങ്ങാൻ മാത്രം കുക്കറി ഇട്ടിട്ട് സാധാ വഴറ്റി കുക്കറില്ലാതെ വഴറ്റിയുള്ള ഉള്ളിക്കറി വെക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും എളുപ്പത്തിൽ ഈ കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് വഴറ്റിയിട്ട് അങ്ങ് അടച്ച് വെച്ചിട്ട് 5-6 വിസിലടിക്കുമ്പോഴത്തേനൊക്കെ മുട്ടക്കറി ആവുകയാണ്. ഇന്നിപ്പോൾ അങ്ങനെ ചെയ്തൊന്നുമില്ല കേട്ടോ. പക്ഷേ എങ്കിൽ ഇതിനകത്ത് എന്താണെന്നറിയത്തില്ല, പെട്ടെന്ന് വഴണ്ട് കിട്ടി കേട്ടോ. ഇന്ന് ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണെന്നറിയത്തില്ല, അടിയിലൊന്നും പിടിക്കത്തില്ലല്ലോ. അങ്ങോട്ട് വഴറ്റി അടച്ചു വെച്ചപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അതങ്ങ് വഴണ്ട് കിട്ടി. പിന്നെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇതാണ്ടോ, കുറച്ച് സമയം വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പുട്ടിൻ്റെ മാവ് നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചാലിച്ച് കൊടുത്തിട്ട് കുതിർത്തിങ്ങി എടുക്കുവാണേ. അപ്പോൾ തേങ്ങ തിരുമ്മി സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു അബദ്ധം എനിക്ക് പറ്റി കേട്ടോ. വേറെ ഒന്നുമല്ല, പുട്ടിൻ്റെ മാവൊക്കെ ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത് പ്ലേറ്റിലെ. ഓരോ സമയത്ത് ഓരോ രീതിയിൽ ഇങ്ങനെ പുട്ടിൻ്റെ മാവെല്ലാം പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ട് ഈ മുകൾ ഭാഗത്തിൽ ഞാൻ തേങ്ങ ഇടാൻ മറന്നുപോയി കേട്ടോ. അത് എടുത്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ കണ്ടോ. അങ്ങനെ എടുത്ത് അടച്ചങ്ങ് വെച്ചായിരുന്നു. തേങ്ങ മുകളിലിട്ടില്ല, അടിഭാഗത്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ അടച്ചു വെച്ച് എന്നിട്ട് പിന്നെ ഉള്ളിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി മുട്ട പുഴുങ്ങാൻ വെച്ചിരുന്നത് അതായി കഴിഞ്ഞപ്പോൾ കാപ്പിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സാൽമയുണ്ട്, അതുകൊണ്ട് എനിക്ക് സാൽമയ്ക്കും കൂടി കാപ്പി ഞാൻ വെച്ചു. പിന്നെ മുട്ടക്കറിക്ക് മസാല എല്ലാം ഒന്ന് ചേർത്തിട്ട് വെള്ളവും കൂടെ ഒഴിച്ചു കഴിഞ്ഞ് മുട്ടയും കൂടെ പുഴുങ്ങിതിട്ട് കൊടുത്താൽ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗരം മസാലയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കിയിട്ട് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കും കേട്ടോ. അപ്പോൾ ആ മുളക് പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ അങ്ങ് മാറും. അങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കാപ്പിയും കൂടെ ഇട്ട് അപ്പോൾ മധുരമുള്ളതും മധുരം ഇടാത്തതും ഒക്കെ എടുത്ത് മാറ്റി കാപ്പി ആറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ മധുരം ഉണ്ടോ എന്ന് ഞാനൊന്ന് കുടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ മുട്ടയുടെ തോടൊക്കെ കളയാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. ഇത്രയും ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ പോകുന്നതുകൊണ്ട് കേശപ്പന് ഇന്നലെ തൊട്ടേ രാത്രി ആയപ്പോൾ തൊട്ടൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം തുറന്നപ്പോഴാണ് ഞാൻ ഇതിനകത്ത് തേങ്ങ ഇട്ടിട്ടില്ല എന്നുള്ളത് കണ്ടത്. പിന്നെ തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ എന്നാലും എൻ്റെ ഒരു മനസമാധാനത്തിന് ഒരിച്ചിരി തേങ്ങ അതിൻ്റെ പുറത്തൂടെയൊക്കെ ഒന്ന് വിതറിയിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഞാൻ അടച്ച് വെച്ച് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങാകും. പിന്നെ ഈ ഒരു പ്ലേറ്റിൽ തന്നെ ഞാൻ ഗ്ലാസ്സിനകത്തും വെച്ചും ഏതൊക്കെ രീതിയിലാണ് പുട്ടുണ്ടാക്കുന്നത് എനിക്കറിയില്ല, ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാകും കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് അരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കറിൽ നിന്ന് നേരെ നമ്മുടെ കലത്തിനകത്തോട്ട് വെച്ചിട്ടാണ് ഊറ്റി വെക്കുന്നത് കേട്ടോ. അപ്പം ഇന്നലെ അമ്മ വന്നപ്പോഴത്തേക്കിന് നമുക്ക് ചക്ക കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. ആ ചക്കയെ കുറേ പിറക്കിയിട്ട് അമ്മ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു. അപ്പോൾ രാവിലെ എണ്ണീറ്റ് വന്ന പാടെ ആ ചക്ക
ചക്കയെല്ലാം ഇരുന്ന് അരിഞ്ഞു കേട്ടോ. അങ്ങനെ അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മീനും വാങ്ങിച്ച് വെച്ചു. അപ്പോൾ ഇന്ന് ചക്കയും മീൻകറിയൊക്കെയാണ് ഞങ്ങൾക്ക് ഇന്ന് ഉച്ചക്കത്തേത്. പിന്നെ ദേ കേശപ്പം എണീറ്റ് വന്നു കഴിഞ്ഞ് എത്ര സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചും ചിരിച്ചും നടന്നിട്ടൊക്കെയാണ് പിന്നെ കൊണ്ടുപോയി കുളിപ്പിച്ച് റെഡിയാക്കിയത് കേട്ടോ. നല്ല മടിയുണ്ടായിരുന്നു സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്കായാലും അങ്ങനെയാണല്ലോ, കുറച്ച് ദിവസം വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പോകാൻ മടി വരുമല്ലോ, അതേപോലെ ആയിരുന്നേ. എന്നാൽ ഇടയ്ക്കൊന്നും കേശപ്പൻ ഇങ്ങനെ സ്കൂളിൽ വയ്യാണ്ടൊക്കെ ഇരുന്നിട്ടൊക്കെ പോകുമ്പോൾ പോലും ഒരു മടിയില്ല. പക്ഷേ ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കിന് പോവാൻ ഞാൻ പോകുന്നില്ല എന്നൊക്കെ, അങ്ങനെ പോകുന്നില്ല എന്ന് പറയുന്നതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ. അങ്ങനെ മടിച്ചാണ് പോയത് സ്കൂളിൽ നിന്ന്. അപ്പോൾ അതേ കിടക്കുന്ന കണ്ടോ, അങ്ങനെ മടിച്ചങ്ങ് കിടക്കും. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഇനിയിപ്പോൾ ഞാനും കൂടി പോകണം. അതുകൊണ്ട് ആ സമയത്തേക്ക് അമ്മക്ക് അവന് കാപ്പിയൊക്കെ കൊടുത്തു. അപ്പോൾ ടൈയും ബെൽറ്റും ഒക്കെ മമ്മി ഇട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാലമേനെ മമ്മി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ അതേ അങ്ങനെ ടൈയും ബെൽറ്റും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനും നിൽക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ അതേ പുട്ടും മുട്ടക്കറിയൊക്കെ അവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ആ സമയത്ത് ഞാനും കൂടി റെഡി ആവാൻ പോയി. അങ്ങനെ ഞാനും കൂടി കൊണ്ടുവിടാനെന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറന്നു പോകല്ലേ കേട്ടോ. അങ്ങനെ അതേ ഞാൻ റെഡി ആയിട്ടില്ല, ഇനിയും വേണം റെഡി ആവാൻ. അങ്ങനെ അതേ സ്കൂളിൽ പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.